ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ ഡയറ്റൊക്കെ നവീൻ തീരുമാനിച്ചോ? അതില്ല, ഇഷ്ടങ്ങൾ തന്റേതല്ലേ. കൺട്രോൾ മെഷർ ഞാൻ പറയാം. വേറൊന്നുമല്ല, നമുക്കിങ്ങനെ കുറെ കാലം ജീവിക്കണ്ടേ ആരോഗ്യത്തോടെ. അമ്മ ഇതാ ഞാൻ എത്തി. കുടിക്കേ അമ്മേ, അതേ ചുണ്ടില് ചോര. ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ കൃഷ്ണനെ വിളിക്കട്ടെ? വേണ്ട, അവളോടൊന്നും പറയണ്ട. അവളവിടെ ഒറ്റയ്ക്ക, അവിടെ കിടന്ന് കഷ്ടപ്പെടുക. ഇതെന്തെങ്കിലും അറിഞ്ഞാലേ അവളുടെ മനസ്സമാധാനം കൂടി പോവും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ വെള്ളം ഇങ്ങത്താ. ഇപ്പൊ ഒരാശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. മോൾ അടുക്കളയിലേക്ക് പോയിക്കോ. ചെല്ല്, പോയിക്കോ മോളെ. ഹലോ ഉണ്ണിമായെ. കൃഷ്ണേ, അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വല്ലാതെ കൂടുന്നുണ്ട്. ഒന്നും നിന്നെ അറിയിക്കണ്ടെന്ന് പറയാം, പക്ഷെ എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. കാശിന്റെ കാര്യം നടക്കാതെ നീ വന്നിട്ട് എന്താ കാര്യം? ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയാലേ അവരെന്താ പറയാന്നറിയാലോ. ഉണ്ണിമായെ, സുന്ദരി എന്ന അമ്മയെ പറ്റിച്ചു പോയതിനു ശേഷം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അവരെങ്ങനെയും കണ്ടെത്തി പണം വാങ്ങിച്ചേ പറ്റൂ, അല്ലാതെ എന്ത് ചെയ്യാനാ? നീ ശ്രമിക്കേ, പക്ഷെ ഒരുപാട് വൈകണ്ട. അമ്മ ഒരുപാട് വേദന സഹിക്കുന്നുണ്ടല്ലേ? ഉണ്ട്, എന്റെ മുന്നിൽ പോലും കാണിക്കുന്നില്ല. ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞാലൊന്ന് പേടിച്ചിട്ടാ. പാവം, കണ്ടാ സഹിക്കൂല. ദൈവം ഒരു വഴി കാണിച്ചു തരും ഉണ്ണിമായ. എന്റെ അമ്മയെ ദൈവം തോൽപ്പിക്കില്ല. ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ. ഇന്നലെ ഇവിടെ എന്താ സംഭവിച്ചത്? എന്താ മാഡത്തിന് ഇത്ര ദേഷ്യം? എനിക്കറിയില്ല മാഡം. നോക്ക്, മാഡത്തിന് നിന്നെ സംശയമുണ്ട്. അതറിയാൻ മാഡം തീരുമാനിച്ചാല് പിന്നെ നിന്റെ ഒളിച്ചുകളിയൊന്നും നടക്കില്ല. മാഡം ചോദിച്ച പോലെ നീ ഇവിടെ വന്നതിന് വല്ല ഉദ്ദേശമുണ്ടോ? അയ്യോ, എന്താ ഈ പറയുന്ന മാഡം? എനിക്കങ്ങനെ ഒരു ഉദ്ദേശമില്ല. ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാ. ഉപദ്രവിക്കില്ലേ മാഡം? മാഡത്തിനോട് വിശ്വാസവഞ്ചന കാണിച്ചാലേ കുടുംബം പോലും ബാക്കിയുണ്ടാവില്ല. അതോർത്താ നിനക്ക് നല്ലത്. അടങ്ങി ഒതുങ്ങി മാഡത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്ത് ഇവിടെ കഴിയണം. ഗാഥ മാഡം, ഉണരാൻ സമയമായി. രാവിലെ കുങ്കുമപ്പൂവിട്ട പാലാ കുടിക്കാറ്. കൊണ്ടുപോയി മുറിയിൽ കൊടുക്കണം. ചെല്ല്, നിക്ക്. പറഞ്ഞതൊക്കെ സത്യാണല്ലോ അല്ലേ? പിന്നീട് തിരുത്തി പറയേണ്ടി വരരുത്. ഇല്ല മാഡം, എല്ലാം സത്യ. എന്റെ ദേവി, എന്താ ഇതൊക്കെ? എന്താ ഇവര് ചോദിക്കുന്നേ? ഭാഗ്യമോളെ, എങ്ങോട്ടേ കൊണ്ടുപോകുന്നേ? ചേച്ചി മിണ്ടാതെ എന്റെ കൂടെ ഒന്ന് വാ. നമുക്ക് കുറച്ചു പേരെ കാണാനുണ്ട്. കുറച്ചു പേരെയോ? അതാരൊക്കെയാ? അതൊക്കെ അവിടെ ചെല്ലുമ്പോ ചേച്ചിക്ക് മനസ്സിലാവും. ഇപ്പൊ എന്നോട് വാ. വാ. എങ്ങോട്ടാ? അവര് കാണാനാണ് നമ്മളോട്.
ചേച്ചി ഇവളെ കൊണ്ട് ഞാൻ ഇത് കാവ്യ, ഇത് ജോബി, ഇത് നന്ദു. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. ഇവരെ പരിചയപ്പെടുത്താനാണോ ഇങ്ങനെ ബഹളം വെച്ച് കൂട്ടിക്കൊണ്ടു വന്നേ? ഇവരെ ചേച്ചിക്ക് അറിഞ്ഞൂടാ. ദേ ഇവരുണ്ടല്ലോ, ഈ നന്ദൂട്ടൻ. ഇവരാ സുന്ദരി ചേച്ചി. താമസിക്കുന്ന സ്ഥലം എവിടെയാന്നറിയാം? ആ പൊങ്ങച്ചക്കാരി പെണ്ണല്ലേ, വീട് ഞാൻ കാണിച്ചു തരാം. മോന് ശരിക്കും സുന്ദരി ചേച്ചിയുടെ വീട് അറിയോ? അറിയാം. നന്ദൂട്ടാ, നമുക്ക് ചേച്ചിയെയും കൂട്ടി ആ വീട് വളയണം. ഒരിക്കലും അവര് രക്ഷപ്പെടാൻ പാടില്ല. അതെ, വീട് എവിടെയെന്ന് പറഞ്ഞു തന്നാ മതി, ഞാൻ പോയി കണ്ടുപിടിച്ചോളാം. അല്ലാതെ നിങ്ങൾ ആരും കൂടെ വരണ്ട. ചേച്ചി ഒറ്റയ്ക്ക് ഞങ്ങള് വിടില്ല, അല്ലേടാ നന്ദൂട്ടാ? അതെ, ചേച്ചി വാനേ, നമുക്ക് ആ സുന്ദരിയെ പൊക്കാം. ഭാഗ്യയുടെ ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയും കൂടെ ചേച്ചിയല്ലേ. ശരി, എന്നാ നമുക്ക് പോവാം. വാടാ. മാഡം, പാല്. ഇങ്ങോട്ട് കൊണ്ടുവാ. ഗുഡ് മോർണിംഗ് ഗാഥ. ഗുഡ് മോർണിംഗ്. മാഡം, പാല്. അവിടെ വെച്ചേക്ക്. ആരാ അവിടെ? സോറി, സെർവന്റ് പാലും കൊണ്ട് വന്നതാ. തിരിച്ചു ചെന്നിട്ട് തന്റെ മമ്മിന്ന് പറഞ്ഞു. സ്വയംവരത്തിന് നീ കൂടുതൽ പരീക്ഷണം വല്ലതുണ്ടോ? ഏയ്, അതൊന്നുമില്ല. പക്ഷേ മമ്മി ഇങ്ങനൊരു പരീക്ഷണം നടത്തിയത് നന്നായി കേട്ടോ. അതുകൊണ്ട് എല്ലാവരെയും എനിക്ക് അടുത്തറിയാൻ പറ്റിയല്ലോ. ഗസ്റ്റ് ഹൗസിൽ ഒരു ദിവസം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു, പ്രത്യേകിച്ച് തന്റെ പ്രസൻസ്. താങ്ക് യു. ആ പിന്നെ സെർവന്റ് കൊണ്ടുവന്ന പാലേ ഒരുപാട് കുടിക്കണ്ട. തനിക്ക് കുറച്ച് ഡയറ്റൊക്കെ ആവശ്യം. അതിനെന്താ, കല്യാണം കഴിയുമ്പോ ഞാൻ എന്നെ അങ്ങോട്ട് ഏൽപ്പിക്കല്ലേ. പിന്നെ ഡയറ്റൊക്കെ നവീൻ തീരുമാനിച്ചോ? അതില്ല, ഇഷ്ടങ്ങൾ തന്റേതല്ലേ. കൺട്രോൾ മെഷർ ഞാൻ പറയാം. വേറൊന്നിനുമല്ല, നമുക്കിങ്ങനെ കുറെ കാലം ജീവിക്കണ്ടേ ആരോഗ്യത്തോടെ. ഇപ്പൊ നമ്മൾ ജീവിതം എൻജോയ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഓടിച്ചാടി നടന്നിട്ട് വേണ്ടേ? പിന്നെ വേണം വേണം. എന്നാ പിന്നെ തന്റെ മമ്മിയോടെ പെട്ടെന്നൊരു മുഹൂർത്തം നോക്കാൻ പറയും.